നരകത്തെ പറ്റി ഉണർത്തിയപ്പോ കടുത്ത രീതിയിൽ സൂക്ഷിക്കാൻ പറഞ്ഞ ഒരു സംഗതിയാണ്. പുരുഷന്മാരോടും സ്ത്രീകളോടൊക്കെ ഞാൻ പറയട്ടെ, കടുത്ത രീതിയിൽ അല്ലാഹു തആല നരകത്തെ പറ്റി പറഞ്ഞതിന്റെ തൊട്ടടുത്ത് വളരെ കർശനമായ രീതിയിൽ അല്ലാഹു തആല പറഞ്ഞൊരു വിഷയമാണ് പലിശ. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംഗതിയാണ്. ലാ തഅകുലു ദിബാ ദഅഫൻ മുദഅഫ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ വത്തഖുൻ നാറല്ലതി ഉഇദ്ദത് ലിൽ കാഫിരീൻ. നരകത്തെ പറ്റി പറഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് അല്ലാഹു തആല പറഞ്ഞു പലിശ ഭക്ഷിക്കരുതേ, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഡെപ്പോസിറ്റിംഗ് മാർഗങ്ങളായി നമ്മൾ ആൾക്കാർ കണ്ടെത്തിയിട്ട് ഇൻട്രസ്റ്റ് ഇത്ര അധികം ഉണ്ട് എന്ന് മൊബൈലിലേക്ക് മെസ്സേജ് വരുമ്പോഴേക്ക് അത് പോയി വാങ്ങുക. യഥാർത്ഥത്തിലുള്ളത് അവിടെ സൂക്ഷിപ്പാണ്. വർഷാവർഷം ഇവന് മികവ് കിട്ടുന്നത് വാങ്ങിയിട്ട് സംഭാവനയും ഭക്ഷണവും മരുന്നും ഒക്കെ അതിന്റെ ബാക്കിയിൽ നിന്നാണ്. വേണ്ട സഹോദരങ്ങളെ, ആ ഒരു ഭക്ഷണം വേണ്ട, ആ ഒരു പലിശ ഭക്ഷണം വേണ്ട. ലോകത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനിപ്പിച്ച സംഗതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മദ്യപാനം പോലെ തന്നെ പലിശയും. ഹജ്ജത്തുൽ വദായിലും തങ്ങൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ കാലത്തെ പലിശയെ പറ്റി വാക്ക് തർക്കണ്ടായിട്ട് നിങ്ങൾ അന്യോന്യം ശണ്ട കൂടരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. കഴിഞ്ഞ കാലത്തെ കണക്കുകളൊക്കെ എന്റെ കാൽപാദത്തിന്റെ കീഴിൽ ഞാൻ ഇതാ കുഴിച്ചിട്ടിരിക്കും. ഇപ്പൊ എന്തിനും പലിശ, വീടെടുക്കാനും പലിശ, യാത്ര പോകാനും പലിശ, കച്ചവടം തുടങ്ങാനും പലിശ, ഇരിക്കാനും പലിശ, നിൽക്കാനും പലിശ, എല്ലാത്തിനും പലിശ. അതൊരു സൗജന്യ മാർഗമായിട്ട് ഇങ്ങനെ കണ്ടുവരാണ്. ആരും അറിയില്ല എന്നാ ചിന്തിക്കുന്നത്, പക്ഷെ എല്ലാരും അറിയും. എഴുന്നേറ്റ് വരുന്ന ദിവസം ഇവനെത്ര വാത് കേട്ടിട്ടും മറ്റൊന്നും നന്നാകാതെ പലിശക്കാരനായി ജീവിച്ചവനാണെന്നറിയും. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. പിശാച് ബാധ ഇളകിയ ആള് ആടിയുലയുന്നത് കണ്ടിട്ടില്ലേ? അപസ്മാര രോഗി നടക്കാൻ കഴിയാതെ വീഴുന്നതും ഉന്തുന്നതും ചാടുന്നതും കണ്ടിട്ടില്ലേ? നേർക്ക് നേരെ നടക്കാൻ കഴിയാതെ കുടിമാടത്തിൽ നിന്ന് വിളിയാളം കേട്ട് എഴുന്നേറ്റ് വരുമ്പോ പലിശ ഭക്ഷിക്കുന്നവർ എഴുന്നേറ്റ് നടക്കുന്നത് അങ്ങനെയാണ്. അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവൻ നിന്നെ നോക്കുന്നു. ഇവൻ നല്ല ആളായിട്ടാണല്ലോ ജീവിച്ചിരുന്നത്, പക്ഷേ ഉണ്ടത് മുഴുവനും, തിന്നത് മുഴുവനും, തീറ്റിച്ചത് മുഴുവനും ഈ പലിശയാണല്ലോ. എത്ര ശതമാനാന്നറിയോ? നമ്മളാൾക്കാർ അതിൽ നിന്നൊക്കെ ഒഴിവാണെന്ന് കരുതണ്ട. മാനേജറോട് ഒരു ദിവസം ഞാൻ പോയി ചോദിച്ചു, പലിശ ഇല്ലാത്ത ഒരു അക്കൗണ്ടിനെ പറ്റി സംസാരിക്കുമ്പോ അയാൾ പറഞ്ഞു പലിശ ഇല്ലാത്ത ഒരു അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ വിശദീകരിച്ചു തന്നു. എല്ലാത്തിലും പലിശ ഉണ്ട്, സീറോ ബാലൻസിലും ഉണ്ട് പലിശ എന്നൊക്കെ പറഞ്ഞു. പേര് സീറോ ബാലൻസ്, പക്ഷെ അതിലും പലിശ ഉണ്ട്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ കൂട്ടക്കാര്, നമ്മുടെ മുസ്ലിംകള്, നിങ്ങളെ കൂട്ടക്കാർ ഇവിടെ വന്നിട്ട് അതിന്റെ പലിശക്ക് അവരെടുത്തു കൊണ്ടുപോകുന്നത് റംസാന് സക്കാത്ത് കൊടുക്കാനാണ് പറഞ്ഞു. അദ്ദേഹം ഒരു മുസ്ലിം. വളരെ കറക്റ്റ് ആയിട്ട് ഞാനിങ്ങനെ കുറെ കേട്ട് ചിരിച്ചു. എന്താ റബ്ബേ കേൾക്കുന്നത്? റംസാനിലെ സക്കാത്തിന് എന്താ എടുത്തുകൊണ്ടിരുന്ന സാധനം? സ്വീകരിക്കൂ അല്ലാ? സ്വീകരിക്കൂല. സ്വീകരിക്കൂല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഞാൻ പറഞ്ഞല്ല. ശുദ്ധിയില്ലാത്ത രീതിയിൽ നിസ്കാരം സ്വീകരിക്കാത്തതുപോലെ അവിഹിത സമ്പാദ്യത്തിൽ നിന്നുള്ള ഒരു സദഖയും സ്വീകരിക്കപ്പെടൂല. അതെത്ര കോടിക്കണക്കിന് കൊടുത്താലും സ്വീകരിക്കപ്പെടില്ല. ദുനിയാവിലൊരു പക്ഷെ അതുകൊണ്ട് ആർക്കെങ്കിലൊക്കെ ലാഭം കിട്ടിയിട്ട് ഒരു ദ്വാരുന്നോണ്ട് കൊണ്ട് സാമ്പത്തിക പുരോഗതിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും കുടുങ്ങിയ ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ട് അവര് മനസ്സലിഞ്ഞുകൊണ്ട് ദ്വാരുന്നിട്ട് പിന്നെ ബിസിനസ് ഒക്കെ വർദ്ധിച്ചെന്നൊക്കെ വരും. അതൊക്കെ പക്ഷെ അല്ലാഹു തആല അത് ഖബൂൽ ചെയ്യൂല. ഒരു അണുമണി തൂക്കം പലിശ ഭക്ഷിക്കരുത്. നരകത്തിലേക്ക് പോകുന്ന സംഗതിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താ? ഉപ്പമാരെ, മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാൽ മുളച്ചത് നരകവുമായി അടുത്ത ബന്ധമുള്ളതാണ്.
സമ്പാദ്യ വിഹിതം ഹറാമിനാലാകരുത്, അവിഹിത രൂപത്തിലാകരുത് സമ്പാദ്യം, നിഷേധിച്ച രൂപത്തിലാകരുത് സമ്പാദ്യം, വിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ രീതിയിലാകരുത് നിന്റെ സമ്പാദ്യം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. ഹറാമായ രീതിയിൽ മറ്റുള്ളവരെ ചതിച്ചിട്ട് സമ്പാദ്യം ഉണ്ടാക്കുന്ന ആളാകരുത് നീ. പറ്റിച്ചിട്ട് ചൂഷണം ചെയ്തിട്ടുള്ള സമ്പാദ്യം സമ്പാദിക്കുന്ന ആളാകരുത്. ടിക്കറ്റ് ലോട്ടറിയുണ്ട്, മൊബൈലിലും ഉണ്ട് ലോട്ടറി, രണ്ടും ഒരേ രൂപമാണ്. അറിയില്ലെന്ന് കരുതരുത്. മൊബൈലിലൂടെ നിങ്ങളെ പട്ടണമർത്തിയാൽ അതിലുമുണ്ട് സഹോദരങ്ങളെ ലോട്ടറി. വിവിധ തരം ലോട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നും രണ്ടുമല്ല, വിവിധ രൂപത്തിലുണ്ട്. ലക്ഷങ്ങൾ ആ രൂപത്തിൽ സമ്പാദ്യം കിട്ടുന്ന ആളുകളും സമ്പാദിച്ചു വെക്കുന്നവരുമുണ്ട്. പക്ഷേ ഒരൊറ്റ കാര്യം ഓർക്കണം, എത്ര വികസിച്ചാലും എത്ര മക്കളെ വളർത്തിയാലും മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. നരകവുമായി മുളച്ചു വന്നത്, ഹറാമിൽ നിന്ന് മുളച്ചു വന്നത്, അവിഹിത സമ്പാദ്യത്തിൽ നിന്ന് മുളച്ചു വന്നത് നരകവുമായി അടുത്ത ബന്ധമുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഹറാമായ രീതിയിലുള്ള സമ്പാദ്യം, അതിലേക്ക് പെട്ടെന്ന് ആളുകൾ കയറിക്കൂടുന്നു. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. മഹാന്മാര് സൂക്ഷ്മത പാലിച്ചത് കണ്ടില്ലേ? വലിയ പണ്ഡിതനല്ലേ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന് ജീവിതോപാധിയായിട്ട് കച്ചവടമുണ്ടായിരുന്നു. വസ്ത്ര കച്ചവടം നടത്തി ജീവിച്ചിരുന്ന മഹാനാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. വസ്ത്ര കച്ചവടം നടത്താൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. അയാൾ 70 കൂട്ടം വസ്ത്രം കൊണ്ടുവന്നു. 70 ജോഡിയാണ് ആ വസ്ത്രം. 70 ജോഡിയും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുന്നിൽ ഇങ്ങനെ നിരത്തിയപ്പോ ഒരൊറ്റ ജോഡി വസ്ത്രത്തിൽ ഡാമേജ് ഉണ്ട്. പടക്കം തോന്നിക്കുന്ന ചില കറകളും അടയാളങ്ങളും കണ്ടപ്പോ വിൽക്കാൻ പോകുന്ന ആളോട് പറഞ്ഞു, തൊഴിലാളിയോട്, ഈ ഒരു ജോഡി വസ്ത്രം പറഞ്ഞിട്ടേ വിൽക്കാവൂ, പറയാതെ വിറ്റുകൂടാ. അപ്പൊ നമുക്ക് ചിന്തിക്കാലോ, നമ്മളിപ്പോ ഒരു തുണി വാങ്ങാൻ പോയ എത്ര തുണി വലിച്ചിടും? ഈ ഒരു തുണി വാങ്ങുന്ന ആള് അയാൾ നോക്കൂലേ ഇത് പറ്റൂലേ? അങ്ങനെ ചിന്തിക്കാലോ. പറഞ്ഞു നോക്ക്, കൊടുക്കുന്ന ആള് മാത്രമല്ല വാങ്ങുന്ന ആള് നോക്കൂലേ? നമ്മളിപ്പോ ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ അത് ശരിയായിട്ടില്ല, അടുത്തൊന്നെടുക്കി ഒരു 10ഓ 15 എടുത്ത് നമുക്ക് എല്ലാ നിലക്കും പറ്റിയ ഒന്നല്ലേ നമ്മൾ സെലക്ട് ചെയ്യാ. വാങ്ങുന്ന ആള് നോക്കൂലേ? വിൽക്കുന്ന ആള് മാത്രമല്ല വാങ്ങുന്ന ആള് നോക്കൂലേ? 70 ജോഡി വസ്ത്രവും വിറ്റിട്ട് പള്ളിയിലേക്ക് വന്ന് വിറ്റോന്ന് വെച്ചാ ഒക്കെ വിറ്റു. ഒക്കെ വിറ്റാൽ എത്ര പൈസ ഉണ്ടാവുന്ന കുട്ടിയൊക്കെ ഒരു സംഖ്യ ഉണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ആ ഒരു ജോഡി അത് പറഞ്ഞാണോ വിറ്റത്? തൊഴിലാളി പറഞ്ഞത് പറയാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു. പറയാൻ വിട്ടുപോയി. എന്നാ ഈ 70 എണ്ണത്തിൽ ഒന്നിന്റെ കാശും എനിക്ക് വേണ്ട. 69 എണ്ണത്തിന്റെ കാശ് ഇവിടെ വെച്ച് ഒന്നിൻ്റെത് കൊണ്ടുപോയിക്കോന്നല്ല പറഞ്ഞത്. 70 ജോഡിയിൽ ഒന്നിന്റെ കാശും വേണ്ട. 70 എണ്ണത്തിന്റെ കാശും നീ എടുത്തു കൊണ്ടുപോയിക്കോ, നിന്നെ എനിക്ക് തൊഴിലാളിയായിട്ട് വേണ്ട. ഒന്ന് പറഞ്ഞു വിൽക്കാത്തതിന്റെ പേര് നിന്നെ ശരിയാകൂല. നിന്നെ ഈ ലാഭക്കൂറ് കച്ചവടത്തിന് പറ്റൂല. നീ പോയിക്കോ, നിന്നെ പറ്റൂല, നിന്നെ കൂട്ടാൻ പറ്റൂല. നീ എന്തേ പറയാതെ വിറ്റത്? അവരെ ഹൗഫാണത്, അവരെ സൂക്ഷ്മതയാണത്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ലോട്ടറി വാങ്ങുന്ന ആളുകളോ നഊദു ബില്ലാഹി മിൻ ദാലിക. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്താണ് ഈ കേൾക്കുന്നത് സഹോദരങ്ങളെ? ഇപ്പൊ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് പന്തയ മത്സരം. വേണ്ട കേട്ടോ, ഹറാമാണ് ആ സമ്പാദ്യം, വേണ്ട. അൽ ഖിമാർ, അറബിയിൽ പന്തയത്തിന് ഖിമാർ എന്നാ പറയുന്നത്. അത് ഹറാമാണ്, വൻകുറ്റമാണ്. ആര് ജയിച്ചാലും ശരി, ആര് തോറ്റാലും ശരി, അത് വെച്ചുകൊണ്ട് നിങ്ങൾ കാശടിക്കണ്ട, അത് വെച്ചുകൊണ്ട് നിങ്ങൾ തർക്കമുണ്ടാക്കണ്ട. ആ സമ്പാദ്യം അത് ഹറാമാണ്, അല്ലാഹു സ്വീകരിക്കാത്തതാണ്.
ചൂഷണോപാധികമായിട്ടുള്ള ഒരു സമ്പാദ്യവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇന്നത്തെ കാലത്തുള്ള അതേ രൂപത്തിലുള്ള ചൂഷണങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞ് സ്വഹാബത്തിന് അതിന്റെ വിഷയങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത് നിഷേധിച്ചിട്ടുണ്ട്, ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും അത് തലപൊക്കി വന്നു. പല ആളുകളും പല രൂപത്തിലും ഉപയോഗിച്ചു തുടങ്ങി. അതുകൊണ്ട് ഹറാമിനാൽ മുളച്ച രീതിയിൽ നമ്മൾ മക്കളെ വളർത്തിയാൽ അവര് നന്നാകുമോ? ഇല്ലേ ഇല്ല. നല്ല സമ്പാദ്യം സ്വീകരിക്കണം, നല്ല രൂപത്തിൽ കച്ചവടം ചെയ്യണം. കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരോട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കണം.